ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും എന്ന് എനിക്കറിയാം. ഞങ്ങളെല്ലാവരും ബോഡി മെഷർമെൻ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കും കട്ടിങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലൗസിൻ്റെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 പാറ്റേൺസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ചെറിയൊരു ക്ലാസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ബേസിക് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബ്ലോക്ക് 1, ബേസിക് ബ്ലോക്ക് 2, ബേസിക് ബ്ലോക്ക് 3, ഈ 3 പാറ്റേൺസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 3 പാറ്റേൺസിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം, നമ്മുടെ ബ്ലൗസിൽ ചില ബ്ലൗസുകളിൽ കഴുത്തിൻ്റെ ഇറക്കം വളരെ കുറവായിരിക്കും അല്ലേ. നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ, ഇപ്പോൾ നല്ല പാക്കായിട്ട് കിടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ എന്താ പറയുക ബ്രോഡ് നെക്ക് എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് നെക്ക് ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബ്ലൗസിൽ അങ്ങനത്തെ നെക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഇറക്കമില്ലാതെ നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പ്, അതിനെ നമ്മൾ പാക്ക് നെക്ക് എന്നാണ് പറയുക. പാക്കായിട്ട് കിടക്കുന്നത് കണ്ടല്ലോ, പാക്ക് നെക്ക് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്തരം ബ്ലൗസുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസിന് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ബേസിക് ബ്ലോക്ക് 1 പഠിക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളാണ് നമുക്ക് പാക്ക് നെക്ക് ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് പാക്ക് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കഴുത്തിന് ഇറക്കം കുറവാണെങ്കിൽ, അതായത് നമുക്കൊരു ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചിൽ കുറവ്. ഓക്കെ, 5 ഇഞ്ചോ അതിൽ കുറവോ ആണെങ്കിൽ, നെക്കിൻ്റെ ഇറക്കം അതിൽ കുറവോ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, പാക്ക് നെക്ക് ബ്ലൗസ് എന്നാണ് പറയാം. അപ്പോൾ ബേസിക് ബ്ലോക്ക് 1 ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പാക്ക് നെക്ക് രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലേ, ബാക്കിലൊക്കെ സിബ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ബ്ലൗസിന് വേണ്ടിയിട്ട്. അപ്പം അവരൊക്കെ എന്ത് ചെയ്യും, പാക്ക് നെക്കായിട്ടാണ് കൊടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം ആദ്യം കുറച്ചിട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ സിബ് കൊടുക്കും. ഇനി ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ, അതായത് ഫ്രണ്ടിലും ബാക്കിലും പാക്കായിട്ട് വരുന്നത് നമ്മൾ ഏതിലാണ് പഠിക്കുക, ബ്ലോക്ക് 1, ബേസിക് ബ്ലോക്ക് 1 എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ. ഇനി ബേസിക് ബ്ലോക്ക് 2 നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡീപ്പ് നെക്കാണ്. ഡീപ്പ് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇഞ്ചിൻ്റെ മുകളിലേക്ക് 6 ഇഞ്ച്, 7 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, 11 ഇഞ്ചൊക്കെ നമുക്ക് നെക്കിന് ഇറക്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ബ്ലോക്ക് 2 പഠിക്കും. ഇതിങ്ങനെ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് നെക്കിന് മാർക്ക് ചെയ്യുന്ന അതേ രീതിയിലല്ല ഡീപ്പ് നെക്കിന് മാർക്ക് ചെയ്യുക, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡീപ്പ് നെക്ക് എന്ന് പറയുമ്പോൾ ഈ ബ്ലൗസിൽ ഒരുപാട് ആൾക്കാർ ഡീപ്പ് നെക്കായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോവുക, കഴുത്ത് ലൂസായി പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പ് നെക്കിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താണ്ട്. നമുക്ക് ഈ ബേസിക് ബ്ലോക്ക് 1ഉം 2ഉം ഒക്കെ സിമിലറാണ്, ഒരേപോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ എവിടെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, നെക്കിൻ്റെ ഭാഗങ്ങളിലും മാത്രം, നെക്കിലും ഷോൾഡറിലും മാത്രം നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പാക്ക് നെക്കിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഡീപ്പ് നെക്ക് ചെയ്യുക, പക്ഷേ നമ്മൾ ഷോൾഡറിലും നെക്കിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും, എന്നിട്ട് നമ്മൾ ഡീപ്പ് നെക്കാക്കി മാറ്റും. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തൊരു ബ്ലോക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബേസിക് ബ്ലോക്ക് 3 ഡീപ്പും പാക്കും, അല്ലെങ്കിൽ പാക്കും ഡീപ്പും. ചില ബ്ലൗസിൽ തന്നെ ചില ആൾക്കാർ ഫ്രണ്ട് നല്ല ഇറക്കം കൊടുക്കും, ബാക്കിൽ തീരെ ഇറക്കം കുറച്ചിട്ട് കൊടുക്കും, അങ്ങനെ ചെയ്യുന്ന ബ്ലൗസുകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളിത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ബേസിക് ബ്ലോക്ക് 3 പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും, അതായത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആവട്ടെ, ഇപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ഇങ്ങനൊരു ഫിഗർ ഞാൻ വരച്ച് കാണിക്കാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ കണ്ടല്ലോ, ബേസിക്കായിട്ട് വരുന്ന സ്ട്രക്ചർ തന്നെ ആയിരിക്കും. പകരം നമുക്കിവിടെ എന്തുണ്ടാവും, ഒരു കട്ടിങ് വരും. അപ്പോൾ പ്രിൻസസ് കട്ടാവട്ടെ, ഡീപ്പ് നെക്ക് ആവട്ടെ, ഏത് ഡിസൈനർ തരത്തിലുള്ള ബ്ലൗസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നൊരു ബ്ലൗസാണ് നമ്മുടെ ഫോട്ടക്ക് ബ്ലൗസിലെ ഇവിടെ ടക്ക് വരും. ഓക്കെ, ഇവിടെ ബെൽറ്റ് വരും, ഇവിടെ ടക്ക് വരും, സൈഡിൽ ടക്ക് വരും, ഇങ്ങനത്തെ ബ്ലൗസ്, ഇങ്ങനത്തെ പലതരത്തിലുള്ള ബ്ലൗസുകളുണ്ട്. ഏതൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് തരത്തിലുള്ള ബ്ലൗസ്, ഏത് മെഷർമെൻറ്റിലുള്ള ബ്ലൗസാണ് ചെയ്തതെങ്കിലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കഴുത്തിനെ കുറിച്ചാണ്. ഈ ബ്ലൗസുകളുടെ കഴുത്തിൻ്റെ ഇറക്കം എത്രയെന്നുള്ളത് നോക്കുക. അപ്പോൾ 5 ഇഞ്ചിൽ കുറവാണോ എങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്, ബ്ലോക്ക് 1 രീതിയിൽ. ഓക്കെ, ഇനി 5 ഇഞ്ചിൽ കൂടുതലാണോ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡീപ്പ് നെക്ക് രീതിയിലാണ് മാർക്കിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി
ഫ്രണ്ടിൽ നല്ല ഇറക്കമുണ്ട്, ബാക്കിൽ ഇറക്കം കുറവാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചാണ്, ഫ്രണ്ടിൽ ഇറക്കം കുറവാണ്, ബാക്കിൽ നല്ല ഇറക്കമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ബേസിക് ബ്ലോക്ക് 3യിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ടൈപ്പ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെ ചെക്ക് ചെയ്യണം? നെക്ക് ചെക്ക് ചെയ്യണം, നെക്കിൻ്റെ ഇറക്കം നോക്കണം. നെക്കിൻ്റെ ഇറക്കം നോക്കിയിട്ടാണ് നിങ്ങൾ ബ്ലോക്ക് 1ൻ്റെ രീതിയിലാണോ മാർക്ക് ചെയ്യേണ്ടത്, ബ്ലോക്ക് 2ൻ്റെ രീതിയിലാണോ മാർക്ക് ചെയ്യേണ്ടത്, ബ്ലോക്ക് 3ൻ്റെ രീതിയിലാണോ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ ഫോട്ടോക്കും പ്രിൻസസ് കട്ടൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് പഠിക്കണം, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇനി അയാളുടെ കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾ വിചാരിക്കുക ഒരു ഡീപ്പ് നെക്ക് രീതിയിലാണ് വിചാരിക്കുക, ഒരു 7 ഇഞ്ചുണ്ട് കഴുത്തിൻ്റെ ഇറക്കം എന്ന് വിചാരിക്കുക. അതുപോലെ ഫ്രണ്ടിൻ്റെ 7 ഇഞ്ചാണ്, ബാക്കിൽ 8 ഇഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഡയറക്റ്റായിട്ട് പാക്ക് നെക്ക് നമ്മൾ ഈ മെഷർമെൻറ്റ് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? എന്തായാലും അയാളുടെ ഷോൾഡർ ഇറങ്ങിപ്പോകും, കഴുത്തിൻ്റെ ഭാഗം ലൂസായി പോകും, എപ്പോഴും ഇങ്ങനെ ഷോൾഡർ കയറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമാണ്. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ചോ അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് മാർക്കിങ് ചെയ്യുക. അതൊക്കെ ഞാൻ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഈ വീഡിയോ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ഓരോ വീഡിയോസിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ് ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഈ ബേസിക് ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഇത് എന്താ നിങ്ങൾ വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. 5 ഇഞ്ചിൽ കുറവ്, ഇതൊക്കെ മാർക്കിങ്സ് 3ൻ്റെയും ഒരുപോലെയാണ്. നമുക്ക് ഇവിടെ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ, നെക്കിൻ്റെ ഭാഗങ്ങളും ഷോൾഡറിൻ്റെ ഭാഗത്തും മാത്രം നമുക്ക് മാറ്റം വരുത്താനുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഒരുപോലെ ആയിട്ടുണ്ടാവുക.